എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയുമാണ്. അനുപല്ലവിയും ചരണവും ഒരേ സ്വരങ്ങൾ തന്നെയാണ്. അക്ഷരങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങളെ വരൂ. അപ്പോൾ അനുപല്ലവി നമുക്കിന്ന് നോക്കാം. അതേ സ്വരങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതിയാവും ചരണത്തിന്. അപ്പോൾ അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ തിരുമൈ നിറയെ എല്ലാം ഓഫ് ബീറ്റാണ്, അടി കണ്ടാണ്. വൺ തിരുമൈ, വൺ സസമ, വൺ സസമ, മാമ പമ പഗ നിറയെ, മാമ പമ പഗ നിറയെ, വൺ സസമ, മാമ പമ പഗ, വൺ സസമ. മാ എപ്പോഴും ഹാഫ് നോട്ടാണ്. മാമ പമ പഗ, വൺ ഉലകങ്ങൾ കൊണ്ടു ഞാൻ, ഉലകങ്ങൾ വൺ അതും അടിയുണ്ട്. വൺ ഗഗദ, വൺ ഗഗദ, ഉലകങ്ങൾ വൺ കൊണ്ടു ഞാൻ, ദാദനി ധനി പ, അവിടെയാണ് ചെരിനി, ദാദനി ചെരിനി ഹാഫ് നോട്ട്, ദാദനി ധനി പ, നി ധനി പ, ദാദനി ധനി പ, കൊണ്ടു ഞാൻ പുളകങ്ങൾ കൊണ്ടു ഞാൻ, വൺ ഗഗദ ദാദനി ധനി പ, വൺ. അപ്പോൾ തിരുമൈ നിറയെ പുളകങ്ങൾ കൊണ്ടു ഞാൻ, വൺ സസമ പഗ, വൺ ഗഗദ ദാദനി ധനി പ. നീ വരുമ്പോൾ ശരി, നീ ഹാഫ് നോട്ട്, നീ ധനി പ. അപ്പോൾ വൺ ഒന്നിട്ട് വായിക്കാം. വൺ തിരുവാഭരണം ചാർത്തി, തിരുവാഭരണം, തിരുവാ പപസ, തിരുവാ സസനിരി ഭരണം, വൺ വൺ പപസ സനിരി, അവിടെ വെല്ലിനി വരും. സനിരി ആദ്യം ചെറിയ നീ, ഇവിടെ വലിയ വരും. അപ്പൊ തിരുവാഭരണം പപസ സനിരി, ചാർത്തും ചാർത്തും നീതനി ചെറിയ നീ, അവിടെ ഹാഫ് നോട്ട്, നീതനി ചാർത്തും, പതിനീത പമ പദ പമ, നീതനി പതിനീത പമ പദ പമ, ചാർത്തും. അവിടെ സംഗതിയാണത്. പദനീത പ മപദ പമ, പദനി ചെറിനീത പ മപദ പമ, പദനീത പ മപദ പമ. അപ്പൊ തിരുവാഭരണം ചാർത്തും, അങ്ങനെ വരും. ഫ്ലൂട്ടിൽ ഇങ്ങനെ കട്ടിങ് വരും. വോക്കലിന് അത് ഇതൊരു പ്രശ്നമില്ലല്ലോ. അപ്പം ഒന്നുകൂടി
ആദ്യം തൊട്ട് ഞാൻ ഇവിടെ തുടങ്ങിക്കാം. ഇരുമൈ നിറയെ 3, 4, 1. അങ്ങനെ വരും. പിന്നെ ഹൃദയതളികയിൽ ഹൃദയതളികയിൽ പദദ ഹൃദയത ദപദ പദമ ദപദ ദപദനിദ ദപദനിദ ലീകയിൽ പദമ പദമ ദപദനിദ പദമ ലീകയിൽ പദദ ദപദനിദ പദമ. അപ്പോൾ അനുരാഗത്തിന് മപപാദ മപമദപമാഗ അനുരാഗത്തിന് മപമദപമാഗ മപപാദ മപമദപമാഗ 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 മപപാദ മപമദപമാഗ. അത് സ്പീഡാണ്. അനുരാഗത്തിന് അമൃതു നിവേദിക്കും അമൃതു നീ ഗപമ മപമ അമൃതു നീ ഗപമ മപമ അമൃതു നീ നിവേദിക്കും ഗരിഗമപമപ ഗരിസ ഗരിഗമപ ഗരിസ സ വേദിക്കും ഗരിഗമപമപ ഗരിസ സ. കമ്പനി സംഗതികളാണ്. സരി സനി ദസനിത പാം സരി സനി ദസനിത പാം. ഞാൻ അവിടെ ചെരിനി സരി സനി ദസനിത പാ സരി സനി ചിരിനി ദസനിത പാ. അതും ചെരിനി സരി സനി ദസനിത പാം. സാരി സന്നിധ സന്നിധപ്പ സാരി സന്നിധ സന്നിധപ്പ. സാക്കി ദീർഘമുണ്ട്. ഞാൻ സാരി സന്നിധ സന്നിധപ്പ. അമൃതുനി പദ സദാ അമൃതുനി ദേഹിക്കും സാരികരീകമകാപ്പ സാരികരീകമകാപ്പ ഗരിസ സാ സാരികരീകമകാപ്പ ഗരിസ സാ. നിവേദിക്കും വേദിക്കും വേദി ഗരിസാസ. അപ്പോൾ അമൃത് നിവേദിക്കും ഞാൻ അമൃത് നിവേദിക്കും. അന്ന് വായിച്ചു നോക്കാം. 3, 4, 1. ഒന്നിന് വായിക്കാം. 3, 4.
അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സെക്ഷനാണ്. അപ്പോൾ ഇത് അനുപല്ലി ഇത്രയൊന്ന് വായിച്ചു നോക്കാം. 3, 4. അവിടെ ഞങ്ങളുടെ ചാർത്തും നീത നീത പതിനീതപ്പ ചാർത്തും, രണ്ടാമത്തെ ചാർത്തും. പിന്നെ അടുത്ത സെക്ഷനിലേക്കാണത്. ഒരു കുറച്ച് അധികം ലെങ്ത്തുള്ള അനുപല്ലവിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെഞ്ചുരുട്ടി രാഗത്തിൻ്റെ ചെറിയ ഗാന്ധാരം എന്ന് ഞാൻ പറഞ്ഞില്ലേ, റയറായിട്ട് വരുന്ന ആ ഗാന്ധാരം വരും. മറക്കും എന്നെ മറക്കും രീഗരി രീഗ, ചെറിയ രീഗ വരും. രീഗരി മറക്കും എന്നെ 1 2 എന്നെ മറക്കും രീഗ രീഗ സരി രീഗ രീഗ സരി രീഗ സരി. അപ്പോൾ ഞാനൊരു ഞാനെൻ്റെ രീഗരി ചെറിയ ഗായണം. മായാലോകത്തിലെത്തും മായാ സാരിപ മഗ സാരിപാദപ മഗ മഗ സ മായാ സാരിപാദപ മഗ സ മായാ ലോകത്തിലെത്തും. അപ്പം മറക്കൊന്നിട്ട് വായിക്കാം. അവിടെ ആ മറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സിത്താറ്, അതായത് ആദ്യം ഈ തിരുവാഭരണം ചാർത്തും ദപമപദ സിത്താറ് ചാർത്തും 1 2 ഒരു ലിംഗ് വരും സിത്താറിന്റെ. അതുകൊണ്ട് ഹൃദയതളികയിൽ ആ സെക്ഷൻ വരും അതിനു മുമ്പ്. അത് കഴിഞ്ഞിട്ട് അനുരാഗത്തിന് അമൃത് നിവേദിക്കും ഞാൻ, അമൃത് നിവേദിക്കും ദപദസരി 1 2 ദപദസരി. അങ്ങനെ ലിങ്ക് സന്തൂരിൽ വരും. 1 2 മറക്കും എന്ന് പാടുന്നതിന് തൊട്ട് മുമ്പേ മറക്കും മറക്കും എല്ലാം മറക്കും ഞാനൊരു
മായാലോകത്തിലെത്തും ദ പ ദ. സിത്താർ വീണ്ടും ദ പ ദ. അല്ല, അപ്പോൾ അങ്ങനെ ലിങ്ക് വരും സിത്താർ. അപ്പോഴാണ് പാട്ട് വരുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കാം. തെറ്റൊന്നറിയില്ല. 3, 4. അവിടെ ലിങ്ക് വരിക. അത് കഴിഞ്ഞിട്ട് രാജശില്പി ഫുള്ളായിട്ട് ഒറ്റയടിക്ക് പാടും. അല്ലല്ല, സോറി, അതുകൊണ്ട് രാജശില്പി ഫുള്ള് പാടിയിട്ട് രാജശില്പി ആ ഒരു നോട്ടിന് വരും. അത് തന്നെയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ചരണം സെയിം സ്വരങ്ങൾ തന്നെ, അനുപല്ലവിയുടെ അതേ സ്വരങ്ങൾ തന്നെ. എന്നിട്ട് ലാസ്റ്റ് പല്ലവി ഇതേമാതിരി ഫുള്ള് വന്നിട്ട് ഒരു രാജശില്പിയിൽ മാത്രം പാടി നിർത്തും. അവിടെ ചെറിയ വ്യത്യാസം വരും. രാജശില്പി കുറച്ച് സംഗതി കൂടുതലുണ്ട്. രാജശില്പി ഗമത സരിഗമക, അങ്ങനെ കുറച്ച് സംഗതികൾ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞുതരാം. ഗരി സദരി ഗമത ഗമത പദ പമ പമ ഗമ ഗരി ഗരി സരി ഗമ ഗരി ഗരി സരി സരി ഗരി ഗമ ഗ. രാജശില്പി മദപ മദപ മഗരി സരിഗ സരി ഗരി ഗ പമഗ സരി ഗരി ഗ പമഗ ഗരി സദ സരി ഗ മദ പമ ഗരി സരി ഗ പമഗ. അത് ഇത്തിരി സംഗതി ഇത്തിരി അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത്. അപ്പം ഗമദ പവ പവ മഗമഗരി ഗരി സരി ഗ പമ ഗമരിക സരി ഗ പമ ഗമരിക, അങ്ങനെ പാടിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ലാസ്റ്റ് നടത്തുന്ന പല്ലവിയുടെ എൻഡ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് സിമ്പിളാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് സംഗതികൾ തിങ്സൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ പല സ്ഥലത്തും കട്ടിങ് വരും. അപ്പോൾ നമുക്ക് ആ ഫ്ലോ കിട്ടില്ല. പാടുമ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ സംശയങ്ങളെല്ലാം തീർക്കേണ്ടതാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കെല്ലാം എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിച്ച് തരണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം. ഇനി അടുത്ത 90ാമത്തെ ഒരു പുതിയൊരു ഗാനവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.